കളമശ്ശേരി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ജയമാണ് ഐക്യജനാധിപത്യ മുന്നണി സ്വന്തമാക്കിയത്. അതേസമയം LDFന് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. ഉറച്ച കോട്ടകൾ കൈവിട്ടതോടെ LDFന് കാലിടറി. കളമശ്ശേരി നഗരസഭ നിലനിർത്തി UDF. 30 സീറ്റുകൾ നേടിയാണ് UDF അധികാരത്തിലെത്തുന്നത്. UDFനും LDFനും ശക്തമായ പോരാട്ടമുള്ള നഗരസഭയിൽ വാശിയേറിയ മത്സരമാണ് നടന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കളമശ്ശേരി വേലൂരായിരുന്നു. ഏരൂരിൽ കഴിഞ്ഞ തവണ സ്വന്തം മത്സരിച്ചെങ്കിൽ ഈ തവണ ഒന്നുകിൽ മറ്റാരെയും പിന്തുണയില്ലാതെ മത്സരിക്കാൻ പറ്റാതെ ഏരൂർ നഗരസഭയും മാർസിസ്റ്റ് പാർട്ടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സെമി ഫൈനൽ കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ എല്ലായിടത്തും നോക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്കാണ് 1% സീറ്റുകൾ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം വരാൻ പോകുന്ന നിയമസഭയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമെന്നുള്ള സൂചനയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്ത് സഹായിച്ച പ്രവർത്തിച്ച കോൺഗ്രസിന്റെയും CPIയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും നേതാക്കന്മാർ നൽകിയ ആവേശമായ സഹായത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് കളമശ്ശേരിയുടെ വോട്ടർമാർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി പ്രിയങ്കരായ KPCC ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൽ മുത്തലിബിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കാൽ നൂറ്റാണ്ടിന്റെ തങ്കത്തിളക്കവുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ ജമാൽ മണക്കാടിന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങളെ നേരിട്ടത്. ആ 25 വർഷക്കാലം നമ്മൾ നടത്തിയ വികസന വസന്തോത്സവം അത് ജനങ്ങൾ വീണ്ടും കളമശ്ശേരി സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി ഭരണത്തിന്റെ എല്ലാ സുഖലോലുപതയും അനുവദിച്ചത് മാർസിസ്റ്റ് പാർട്ടിക്കാരും ഇടതുപക്ഷവും നമ്മളെ തോൽപ്പിക്കാനും നമ്മളെ പരാജയപ്പെടുത്താനും ഒരുപാട് ശ്രമിച്ചു. അത് ബഹുമാനപ്പെട്ട മന്ത്രി, നമ്മുടെ MLA ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ഇതുപോലെ നീചമായ ദുരിഷ്ടമായ പ്രവർത്തനമാണ് നടത്തിയത്. പക്ഷെ അതിനെയൊക്കെ തൃണമൽ കഴിച്ചുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ മഹാഭൂരിപക്ഷം, ചരിത്ര ഭൂരിപക്ഷം കളമശ്ശേരിയിലെ ജനങ്ങൾ നൽകിയത്. 30 വർഷമാണ് നമ്മൾ ഈ നഗരസഭയെ നയിച്ചത്. ആ നയിച്ചപ്പോൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ മുന്നേറിയതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 2 അക്കമുള്ള 30ലേക്ക് നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചത്. എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു. ഒപ്പം തന്നെ 9.5 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളും കളമശ്ശേരിയിലെ ജനങ്ങളും അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും അത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അതുപോലെ തന്നെ ടീം UDF ഐക്യജനാധിപത്യ മുന്നണിയുടെ മാത്രമല്ല പ്രിയമുള്ളവരെ, കേരളം ആഞ്ഞടിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളും കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ 4ലും ഐക്യജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൊടിമാറുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, ജില്ലാ പഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ മനോഹരമായ കൊടി ആകാശമുട്ടെ കേരളത്തിലെ ജനങ്ങൾ ഉയർത്തുന്നതിന് സഹായിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ടീം UDFന്റെ പ്രവർത്തനത്തിന് ഞങ്ങളോടൊപ്പം നിന്ന പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെയും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് UDF അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. LDFന് നാണംകെട്ട പരാജയമാണ് സംഭവിച്ചത്. 13 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. 1 സീറ്റുകളിലാണ് BJPയുടെ ജയം. 2 സീറ്റുകളിൽ സ്വതന്ത്രന്മാരും വിജയിച്ചിട്ടുണ്ട്.